ഗുഡ് മോർണിംഗ് 2026 പുതിയ വർഷമാണ്. എല്ലാവരും പുതിയ വർഷത്തിൽ പുതിയ ചിന്താഗതിയിലും കാഴ്ചപ്പാടിലും ഒക്കെയാണ് തുടങ്ങിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2026 ആദ്യ ആഴ്ച എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ഈ ജനുവരി 6 എന്നുള്ളത് സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ എൻ്റെ പിറന്നാളാണ്, ബർത്ത്ഡേ ആണ്. അപ്പോൾ ഈ ചില ആൾക്കാരൊക്കെ ബർത്ത്ഡേ ഭയങ്കരമായിട്ട് ആഘോഷിക്കും, ചില ആൾക്കാർക്ക് അവരുടെ ബർത്ത്ഡേ പോലും ഓർമ്മയില്ല, ചില ആൾക്കാർ ബർത്ത്ഡേ ആഘോഷിക്കത്തില്ല. അപ്പോൾ ഈ പല കാഴ്ചപ്പാട് ബർത്ത്ഡേക്കുണ്ട്. എന്നാൽ എന്താണ് ഈ ബർത്ത്ഡേയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? എൻ്റെ സ്നേഹിതനും എൻ്റെ ബന്ധുവും എൻ്റെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ഒരാളുമാണ് നമ്മുടെ ഷാജി ബ്രോ ബർത്ത്ഡേ പറ്റി ഒരു കാര്യം പറയണ്ടേ? ഷാജി അതുപോലെ പറഞ്ഞ കാര്യം ഇതാണ്. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് കരയുകയും അതുപോലെ തന്നെ അമ്മ ചിരിക്കുകയും ചെയ്യുന്ന മോമെൻറ്റുകളാണ് ശരിക്കും ഒരു ജനനമെന്ന് പറയുന്നത്. ലോകത്തിൽ ആദ്യമായി ജനിക്കുന്ന കുഞ്ഞ് ആദ്യമേ കരയുക. പക്ഷെ കുഞ്ഞ് കരയുമ്പോൾ അമ്മ ചിരിക്കുന്ന ഒരു മോമെൻ്റാണ്. പിന്നീട് എന്ന് കുഞ്ഞ് കരഞ്ഞാലും അമ്മ ചിരിക്കാറില്ല. അമ്മ ഈ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പം അമ്മയ്ക്ക് പെയിനാണ്, ലേബർ പെയിനാണ്. പക്ഷെ ആ പെയിനിൽ ആണെങ്കിൽ അമ്മ ചിരിക്കും. അതാണ് ജനനത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാണ് പ്രിയപ്പെട്ട ഷാജിയങ്ങളിലേക്ക് പറയുന്നത്. സത്യമല്ലേ അത് വൈറസ്? അപ്പോൾ ജനനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, കാരണം ഒരു വ്യക്തി നമ്മുടെ ഇടയിലേക്ക് വരിക, ഒരു വീട്ടിലേക്ക് വരിക. ആ വ്യക്തി വരുമ്പോൾ ആ വ്യക്തിയുടെ ചലനങ്ങൾ, ചിരിയ, സംസാരം, പെരുമാറ്റം, ഇതൊക്കെ ആ കുടുംബത്തെ എന്ത് ചെയ്യുക? സ്വാധീനിക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ആ വ്യക്തി ആ കുടുംബത്തിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് എന്ത് ചെയ്യുക? മാറുമല്ലേ. പിന്നീട് വളർന്നു വരുമ്പോഴത്തേക്കിനും ആ വ്യക്തി ആ സമൂഹത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറും. അത് ശരി, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ആ വ്യക്തി ആ സമൂഹത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിട്ട്. നമുക്കറിയാമല്ലോ, എത്രയോ കുട്ടികൾ ജനിച്ചു, അവർ വളർന്ന് മഹാന്മാരായി തീർന്നു, അവർ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി, പരിഷ്കരണങ്ങൾ വരുത്തി, അവർ കണ്ടുപിടുത്തങ്ങൾ നടത്തി, ലോകത്തിൽ ധാരാളം മാറ്റങ്ങൾ അവരുണ്ടാകും. അപ്പോൾ ജനനം എന്ന് പറയുന്നത് നമ്മൾ ആ വ്യക്തിയെ നോക്കുമ്പം ഒരു നിസ്സാര കാര്യമല്ല, വളരെ പ്രധാനപ്പെട്ട, വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു വ്യക്തി ലോകത്തിലേക്ക് ജനിച്ച ആ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെ. ആ വ്യക്തിയോടുള്ള നമ്മുടെ സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ കാണിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ നമ്മുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. അപ്പം ശരിക്കും നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചാലും നമ്മൾ അവരുടെ ജനനത്തിൽ നമ്മൾ സന്തോഷിക്കണം. നമ്മുടെ പേരൻസ്, നമ്മുടെ സ്നേഹിതർ, കഴിയാൻ പറ്റുന്ന രീതിയിൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആശംസ പറയുകയും, നമ്മുടെ ഫാമിലിയുടെയും നമ്മുടെ ഫ്രണ്ട്സിലേക്കാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയുള്ള വന്നൊരു ദിവസമാണത്. ഇങ്ങോട്ട് എൻട്രി ചെയ്ത ദിവസമാണ്. ആ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയ എൻട്രിയാണ്. അതുകൊണ്ട് ബർത്ത്ഡേ ഈസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ.